പെരിനാറ്റൽ സൈക്കോസിസ് എന്ന രോഗത്തെക്കുറിച്ചോ അതിന്റെ ഭാഗമായി അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെ കുറിച്ചോ ഉള്ള ഒരു വിവരങ്ങളും താൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോഴോ അതിനുശേഷമോ ലഭിച്ചിട്ടില്ലെന്നാണ് മുൻ ആരോഗ്യമന്ത്രി പി.കെ. ശ്രീമതി പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നേരത്തെ കണ്ടെത്തി ചികിത്സിക്കണം. ഒപ്പം ഇനിയെങ്കിലും ഒരു കുഞ്ഞു പോലും കൊല്ലപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് കണക്കിലെടുത്ത് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഉടൻ ഒരു നിയമനിർമ്മാണം നടത്തണമെന്നാണ് പി.കെ. ശ്രീമതിയുടെ ആവശ്യം. ടീച്ചർ, കേരളത്തിലൊരു ആരോഗ്യ രംഗത്തെ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഒരു സ്ത്രീ എന്ന നിലയിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ്. ഒപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പെരിനാറ്റൽ സൈക്കോസിസ്, അതായത് സ്ത്രീകൾക്ക് ഗർഭിണികളായിരിക്കുമ്പോഴും പ്രസവത്തിന് ശേഷവും വരുന്ന ഡിപ്രഷന് തുടർന്നുണ്ടാവുന്ന പെരിനാറ്റൽ സൈക്കോസിസ് എന്നുള്ളൊരു അസുഖമുണ്ട്. അതേ തുടർന്ന് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു രോഗവുമായി പെരിനാറ്റൽ സൈക്കോസിസ് എന്ന ഈ രോഗം, അങ്ങനെ ഒരു രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക ഒരു ട്രീറ്റ്മെൻറ്റ് പ്രസവ സംബന്ധമായി ഒരു സ്ത്രീക്ക് ഉണ്ടാകാനിടയായേക്കാവുന്ന ഈ രോഗം തീർച്ചയായും ഡോക്ടർമാർക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരിക്കുമെങ്കിലും അതൊരു ജനറൽ ട്രെൻഡായിട്ട് കേരളത്തിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഉണ്ടാകുമായിരിക്കാം. ഞാൻ ഈ തരത്തിൽ കുഞ്ഞുങ്ങളെ ഇതുകൊണ്ട് കൊല്ലുന്നു, അതായത് മെൻ്റൽ പേഷ്യൻസ് ആയിട്ടുള്ള സ്ത്രീകൾ കുഞ്ഞുങ്ങളെ കൊന്ന സംഭവം എത്രയോ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഈ പ്രസവ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു രോഗം, ആ രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതെന്നുള്ളത് എൻ്റെ അഞ്ച് കൊല്ലക്കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ന് ഓർമ്മയിലെടുത്ത് പറയുകയാണ്, ഈ ചോദ്യമാണ് നിങ്ങളിന്ന് ചോദിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെയൊരു വിഷയമാണ് വരുന്നതെന്ന് അറിയില്ല. പക്ഷേ 15 കൊല്ലം മുൻപുള്ള ആ വിഷയത്തെ സംബന്ധിച്ചാണ് അന്ന് ഡോക്ടർ കൃഷ്ണകുമാർ വളരെ താല്പര്യത്തോടെയാണ് കുട്ടികളുടെ ഇടയിലുള്ള ഈ മാനസിക രോഗത്തെ സംബന്ധിച്ച് സംസാരിക്കുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ എന്നാൽ അപ്പോഴുപോലും ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന, കുഞ്ഞുങ്ങളെ തന്നെ കൊലപ്പെടുത്തുന്ന മാനസിക രോഗത്തിലേക്ക് കടന്നു പോകുന്ന അമ്മമാരെക്കുറിച്ച് ഒരു ചർച്ചയുണ്ടായിട്ടില്ല. അമ്മമാർ പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളാലും രണ്ട് കുഞ്ഞുങ്ങളെയും എടുത്ത് കിണറ്റിൽ ചാടിയെന്നോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എനിക്ക് വിഷം കൊടുത്തു കൊന്നുവെന്നോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കി, അമ്മയും കെട്ടിത്തൂക്കി, അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണുമ്പോൾ വേദനയോടുകൂടി ഓർക്കും. ഒരമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? എന്തെങ്കിലും മനോവിഷമം അല്ലെങ്കിൽ മാനസിക രോഗം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു അമ്മയ്ക്ക് ചെയ്യാൻ പറ്റൂ എന്ന് ഞാൻ സ്വയം കരുതും. അതെല്ലാം ഒരു മെൻ്റൽ പേഷ്യൻ്റ് എന്നുള്ള നിലക്കാണ്. പക്ഷേ ഈ 5 കൊല്ലത്തിനിടയിൽ ഞങ്ങളുടെ ഒരു മേഖലയിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം അതൊരു ജനറൽ ട്രെൻഡ് അല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ജനറലായിട്ടത് കാണാത്തത് കൊണ്ടോ ആയിരിക്കും. പ്രസവത്തിൻ്റെ സമയത്തായിരിക്കില്ല, പ്രസവം കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് ശേഷമായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് അത് പല രൂപത്തിൽ, ഒന്നുകിൽ അവരുടെ കുടുംബ സംബന്ധമായിട്ടുള്ള ലഹള കൊണ്ടാണ് എന്ന് വ്യാഖ്യാനിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കാം. പല വിഷമങ്ങളുണ്ടാകും. അപ്പോൾ ആ വിഷമം കാരണം ഇവർക്ക് ഡിപ്രഷൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. പല പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ഭർത്താവ് മദ്യപാനിയാണ്, അതുകൊണ്ട് ഇവർക്ക് ഡിപ്രഷനാണ്. പക്ഷേ ഡിപ്രഷൻ ചിലപ്പോൾ ഈ രൂപത്തിലൊരു നെർവ് സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രസവത്തിൽ വന്നിട്ടുള്ള ചില ഇതായിരിക്കാം. പക്ഷെ അതാരും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളത് പരിശോധിക്കുള്ളൂ. ഏതെങ്കിലും ഒരു കേസ് ഇങ്ങനെയാണ് പ്രസവ സമയത്ത് ഉണ്ടായിട്ടുള്ള പ്രസവ സംബന്ധമായ ഒരു രോഗമായിട്ട് ഡിപ്രഷൻ വരികയും ആ ഡിപ്രഷൻ കാരണം പിന്നീടത് ഈ രോഗത്തിലേക്ക് പെരിനാറ്റിക് സൈക്കോസിസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു എന്ന ഒരു റിപ്പോർട്ട് പോലും, ഒരു കേസ് പോലും 2006 മുതൽ 2011 വരെയുള്ള കാലത്ത് ഉണ്ടായിട്ടില്ല. അതല്ലാതെ ഈ ഒരു വ്യൂവിൽ, ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ടോ അതിന് പ്രത്യേകം ഇപ്പം ഈ വിഷയം പിന്നെ പഠിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ കേരളത്തിലെ ഹെൽത്ത് സർവീസിൽ, മെഡിക്കൽ കോളേജിലോ ഈ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല എന്ന് മാത്രമല്ല, അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ഡോക്ടറും ഇല്ല, ഒരു തസ്തികയും ഇല്ല. അങ്ങനെ ഇന്ന PG കഴിഞ്ഞിട്ടുള്ള ഈ ഡോക്ടറെ നമുക്ക് വേണം, അങ്ങനെ ഇതുവരെയും ചർച്ച ചെയ്തിട്ടില്ല. ഏതായാലും 57 മുതൽ ഇതിപ്പോൾ 2024 വരെയും ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളിത് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് പരിശോധിക്കണമെങ്കിൽ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള തെളിവോടുകൂടി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 1, 2, 3, 4 കേസുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത് വെച്ചുകൊണ്ട്
ഏതെങ്കിലും ഒരു ആരോഗ്യ പ്രവർത്തകർക്കോ സാമൂഹ്യ പ്രവർത്തകർക്കോ മാധ്യമ പ്രവർത്തകർക്കോ ഒക്കെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം. അത് പറഞ്ഞപ്പോഴാണ് ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ടീച്ചർ എന്നല്ല ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പോലീസും അതുപോലെ മാധ്യമങ്ങളും ആവർത്തിച്ച് കൊടുക്കുന്നത് കുഞ്ഞിനെ അമ്മ കൊന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ഇവൾ അമ്മയാണോ, ഈവൻ ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുണ്ട് അമ്മ എന്ന പദം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്നുള്ളത്. കാരണം അതാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ മനോഹരി. കാരണം ഈ ടീച്ചർ പറഞ്ഞ പോലെ ടീച്ചർക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ സിസ്റ്റത്തിനും അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മാധ്യമങ്ങളിലുള്ള റിപ്പോർട്ടേഴ്സിനും അറിയില്ല എന്നുള്ളതാണ്. അവരിത് അനാലിസിസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ WHO കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഈവൻ ആൻഷ്യൻ പീരീഡ് മുതലേ ഇത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 100 സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ 30 പേർക്കുണ്ടെന്നും അവർക്ക് നിർബന്ധമായിട്ടും സ്ക്രീനിങ് നടത്തി ആരോഗ്യ പരിരക്ഷ, അതായത് ശാരീരിക പരിരക്ഷ പോലെ തന്നെ മാനസിക പരിരക്ഷ ഉറപ്പുവരുത്തണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിവിടെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ഫോളോ ചെയ്യുന്ന ഏക ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ടീച്ചർ പറഞ്ഞ പോലെ ടീച്ചർ കൊണ്ടുവന്ന ഇംഹാൻസ് മുൻകൈ എടുത്തിട്ടാണത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ. മറ്റെവിടെയും അത് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. അവിടെ വരുന്ന എല്ലാ ഗർഭിണികളെയും ഞാൻ പല തവണകളിലായിട്ട് ഇപ്പോൾ 3 മാസത്തിനിടയിൽ പോയി. അവരെല്ലാവരും തന്നെ ഹാപ്പിയാണ്. കാരണം അവരുടെ പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടായ ഒരു സിസ്റ്റം ഉണ്ടായതിലും അവർ അസുഖം മാറി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു പോയിരുന്നു. അത് 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 വളരെ നല്ലൊരു പോയിൻ്റാണ്. അതായത് ഗർഭിണിയാവുക എന്ന് പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന ഒരു വലിയ ചേഞ്ചാണ്. ചിലരത് വളരെ വളരെ എന്താ എടുക്കുക, വളരെ സാധാരണ ലാഘവത്തോടുകൂടി അതിനെ കാണാം. ഗർഭിണിയാവുന്നു, ശരീരത്തിൽ അങ്ങനെ വലിയ മാറ്റം. അവർക്കൊരു പ്രസവത്തിൻ്റെ അവസാന ഘട്ടം വരെ അവരിതൊരു കാര്യമായിട്ട് എടുക്കുന്നില്ലെന്ന് മാത്രമല്ല ദൈനംദിന ദിനചര്യകളിലൂടെ അങ്ങോട്ട് പോകുന്നു. യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് ഗർഭം അത് ഒരു സ്ത്രീയുടെ ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് 8, 10, 12 ഒക്കെ പ്രസവിക്കും. അതിൽ കുറേ കുഞ്ഞുങ്ങൾ പ്രസവ സമയത്ത് തന്നെ മരിച്ചു പോകും. അതിങ്ങനെയൊന്നുമല്ല, അവർക്കങ്ങനെ വിഷാദ രോഗമൊന്നും ഉണ്ടാകുന്ന പതിവില്ല. കാരണം അവരിതിനെ സംബന്ധിച്ച് ബോധേഡല്ല, അത് അതിൻ്റെ സാധാരണ രീതിയിൽ അങ്ങ് നടക്കുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഗർഭിണിയാവുക എന്ന് പറയുന്നത് തന്നെ ഒരു കാര്യം വരുന്നത് പോലെയാണ്. അത് ശരിയാണത്, അത് പ്രകൃതിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു മഹാകാര്യം തന്നെയാണ്. പ്രസവം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് നിർഭയമായിട്ട് സാധാരണ രീതിയിൽ പ്രകൃതിയുടെ ഒരു വരദാനം പോലെ നടക്കുന്ന ഒന്നായിട്ടല്ല. അതൊരു 50% മാത്രമേ ഉള്ളൂ. ഈ കേസിൽ അകപ്പെട്ട സ്ത്രീകളെ, ഇനിയിപ്പോൾ അകപ്പെടാനും പോകുന്നുണ്ടാവും എന്തായാലും സ്വാഭാവികം, കേസിൽ അകപ്പെട്ട സ്ത്രീകളെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും ഒരു സ്റ്റേറ്റിന്? അതിനെ സംബന്ധിച്ചും ഞാൻ ഇപ്പോൾ ഒരു പൊതുപ്രവർത്തക മാത്രമാണ്. അല്ല, എനിക്ക് ഇങ്ങനെയുള്ളവരുടെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊരു നിലപാട് നമുക്കിപ്പം ഒന്നും പറയാൻ പറ്റില്ല. അതിൽ വേറൊരു തടസ്സം എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ ഇൻഫൻറ്റിസൈഡ് ആക്ട് നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൊത്തം 302 വകുപ്പെടുത്താണ്. അതിനെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതിപ്പം മൊത്തത്തിലും നവജാത ശിശുക്കളുടെ നിയമവും കാര്യങ്ങളും എല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൽ അതങ്ങനെ ഒരു നിയമ ഭേദഗതി വരണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും MP-മാരിൽ സമ്മർദ്ദം ചെലുത്തി അവർ ബില്ല് കൊണ്ടുവന്ന് ഒരു ഭേദഗതിയായിട്ട് കൊണ്ടുവരാൻ അവിടെ പരിശ്രമിക്കണം. അല്ലെങ്കിൽ അവിടെ സെൻട്രൽ ഗവൺമെൻറ് തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കണം. കേരളത്തിൽ മാത്രം അതങ്ങനെ ഒരു ഇതുണ്ടാവില്ല. അത് മൊത്തം ഇന്ത്യയിലാകെയുള്ള ഒരു വിഷയമല്ലേ. ഈ കേസുകളിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളിപ്പോൾ സ്ത്രീ സംഘടനകളാണെങ്കിലും സ്ത്രീകൾ അവർ ആ കുഞ്ഞിനെ കൊന്നതല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. സൊസൈറ്റി അവരെ മാറ്റി നിർത്തും. തീർച്ചയായിട്ടും അത് മാറി അവരൊരു മാനസിക വിഭ്രാന്തിയിൽ അകപ്പെട്ടു പോയതിൻ്റെ ഫലമായിട്ടാണ് അവർ സ്വയം ചെയ്തതല്ല. അങ്ങനെ ചില കേസുകളൊക്കെ വരുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള കേസുകളെ സംബന്ധിച്ച് അവൾക്ക് കുറച്ച് നാളായിട്ട് പ്രശ്നങ്ങളായിരുന്നു എന്നുള്ള ചർച്ച കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കേസുകളിൽ. അത് ഈ ഒരു വിഷയം ആ രൂപത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റോ ഒരു നിയമ ഭേദഗതിയോ ഒക്കെ വരുമ്പോഴാണ് അലർട്ടാവുക. ഈ രോഗത്തിൻ്റെ ഫലമായിട്ടാണ് ആ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് അവർ കുറ്റവാളിയല്ല. മാനസിക രോഗി ചെയ്യുന്നത് അവരല്ല, അവർ രോഗമാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അവരുമായിട്ടുള്ള
ബന്ധം അല്ലെങ്കിൽ അവരോടുള്ള നിലപാട് നമ്മൾ പിന്നെ അതിനനുസരിച്ചിട്ട് എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതിനോട് എനിക്ക് യോജിപ്പ് തന്നെയാണ്. കാരണം മാനസിക രോഗം പിടിപെട്ട് എന്തും ചെയ്യുന്ന ഒരാളോട് ക്രൂരത കാണിച്ചിട്ട് കാര്യമില്ല, അവരോട് നിയമം കാണിച്ചിട്ടും കാര്യമില്ല. അവർക്ക് ചികിത്സ കൊടുക്കണം. ചികിത്സ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവരെ അത് ആ ചികിത്സ തന്നെ ഒരു തടവാണ്. ആ ചികിത്സ ഇപ്പം അത് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തെ നമ്മുടെ ജയിലിലായാലും എൻ്റെ എന്താണ് ഇവിടെ പേരൂർക്കടയിലായാലും കുതിരവട്ടത്തായാലും ഇവിടെ തൃശ്ശൂരുമുണ്ട്. ഇവിടെയൊക്കെയുള്ള ഈ പേഷ്യൻസിനെ സംബന്ധിച്ച് നോക്കുക, അത് തന്നെ വലിയ ശിക്ഷയല്ലേ. അവർ മറ്റൊരു ജയിൽ, ആ ജയിലിൽ 6 വർഷം കഴിഞ്ഞ് ചികിത്സിച്ച് ഭേദമായി എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ കൊണ്ടുപോയാൽ മതി. യഥാർത്ഥത്തിൽ അത് തടവിനല്ലേ. അത് ഇതിൻ്റെ ഭാഗമായി നിങ്ങൾ പറയുന്നത് പോലെ ഇത് ഒരു വിഷയമായിട്ട് ഗവൺമെൻറ്റിൻ്റെ മുൻപ് ചർച്ചയ്ക്ക് വരണം. ഇന്ത്യയിലാകെ വരണം. ഇത് WHO ഗൈഡ് ലൈനിൽ പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള നിലക്ക് അങ്ങനെയുണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഒരു വിഷയമായിട്ട് എടുക്കണം. സെൻട്രൽ ഗവൺമെൻറ് വിഷയമായിട്ട് എടുക്കുമ്പോൾ സ്റ്റേറ്റ് എടുക്കും. സ്റ്റേറ്റ് ഇത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല, വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഒന്നും സംഭവിക്കാൻ പാടില്ല. ഒരു കേസാണെങ്കിൽ ഒരു കേസും വരാൻ പാടില്ല. വരാൻ പാടില്ലാത്ത വിധത്തിൽ നമുക്കതിനെ തീർച്ചയായിട്ടും ആ രൂപത്തിൽ നമ്മുടെ സഹോദരിമാർ, ചെറിയ ചെറുപ്പക്കാർ ഈ രൂപത്തിൽ കുഞ്ഞുങ്ങളെ അടക്കം ഈ രൂപത്തിൽ ക്രൂരത കാണിക്കുന്നതെങ്കിൽ ഒരിക്കലും പാടില്ല. അതിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണ് വേണ്ടത്. അത് സമൂഹത്തിൻ്റെ കടമയാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. സമൂഹത്തിൻ്റെ ആകെ പ്രസ്ഥാനങ്ങൾ, സംഘടനകളുടെ, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടി വരുമ്പോൾ ആദ്യം രാജ്യത്ത് ഉള്ള ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ആ രോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ നിലപാടെടുക്കാൻ പറ്റൂ. ആ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്ന രീതിയിലേക്ക് ഇത് മാറണം. ഇതൊരു ഒരു 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 ചർച്ചാ വിഷയമാവണം. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതി എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും എല്ലാവർക്കും അത്രത്തോളം അറിയില്ല. ഇത് പരിഹരിക്കാനാവശ്യമായ നിയമ ഭേദഗതി നമ്മുടെ പാർലമെൻറ്റിൽ വരണം. ഇതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റിനുള്ള സംവിധാനം വേണം. ഇങ്ങനെ ഒരു കാരണവശാലും ഒരമ്മ ഒരു കുഞ്ഞിനെ അവസാനം കൊല്ലുന്നിടത്തേക്ക് എത്തുന്ന സമ്പ്രദായം, ആ സംഭവം ഉണ്ടാകാൻ പാടില്ല. അത് വിഷാദ രോഗത്തിൻ്റെയോ ഡിപ്രഷൻ്റെയോ മാനസിക രോഗത്തിൻ്റെയോ ഭാഗമാണ്. അതുകൊണ്ട് അത് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം വികസിത രാഷ്ട്രത്തിലേക്ക് പോകുന്ന നമ്മുടെ രാജ്യത്ത് വേണം. നമ്മുടെ രാജ്യത്ത് വേണമെന്ന് പറഞ്ഞ നിയമം കൊണ്ടുവന്നാൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും അത് തയ്യാറാണ്. അതിനുവേണ്ടി 14 പോസ്റ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാലും അത് ചെയ്യും. പക്ഷേ അതിന് നിയമം വേണം. നിയമനിർമ്മാണം അത് ദേശീയ തലത്തിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരേണ്ടുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് വേണ്ടി വളരെ ഏറെ വാദിക്കുന്നു എന്ന് പറയുന്ന, സ്ത്രീപക്ഷത്താണെന്ന് പറയുന്ന, ഇപ്പോൾ 3ാമതും അധികാരത്തിൽ വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മുൻകൈ എടുക്കട്ടെ, അല്ലേ? തീർച്ചയായും മാനസിക വിഭ്രാന്തിയുടെ ആനുകൂല്യം ലഭിക്കേണ്ടവരാണ് ഈ സ്ത്രീകൾ എന്ന കാര്യത്തിൽ മുൻ ആരോഗ്യമന്ത്രി എന്ന നിലയിലും പൊതുപ്രവർത്തക എന്ന അവസ്ഥയിലും PK ശ്രീമതിക്ക് തർക്കമില്ല. പക്ഷേ ഈ സ്ത്രീകളെ കുറ്റവാളികളായി അവഗണിച്ചതിൽ സർക്കാരുകൾക്ക് മാത്രമല്ല മെഡിക്കൽ സമൂഹത്തിനും മാധ്യമങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് PK ശ്രീമതി പറഞ്ഞു വെക്കുന്നു. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനോടൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.